ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൂപ്സ് വേൾഡ്. പൊതുവേ ഇഡ്ഡലി ഉണ്ടാക്കുന്ന കാര്യം എല്ലാവരും പറയുമ്പോൾ ഇഡ്ഡലി മാവ് എങ്ങനെ നന്നായിട്ട് പൊങ്ങാം, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെയാണ് സാധാരണ എല്ലാവരും പറയാറ്. പക്ഷേ ഇഡ്ഡലി സോഫ്റ്റ് ആകുന്നതിനോടൊപ്പം നല്ല ടേസ്റ്റ് കൂടി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അത് എങ്ങനെയാണെന്ന് പൊതുവേ ആരും അങ്ങനെ പറയാറില്ല. ഇപ്പോൾ പല ഹോട്ടൽസിലായാലും അതുപോലെ തന്നെ ചിലപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ചിലരായാലും ഒക്കെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒക്കെ ചേർക്കാറുണ്ട്. എന്നാൽ അതൊന്നും ചേർക്കാതെ ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയും അതുപോലെ നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റുള്ള ദോശയും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോയുടെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോരോ ടിപ്സ് ഞാൻ ഓരോന്ന് ചെയ്യുന്ന വഴിക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലത്തെ ടേസ്റ്റുള്ള ഇഡ്ഡലിയും ദോശയും നമുക്ക് പുറത്ത് ഒരിടത്തൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം അപ്പോൾ നമ്മൾ ഇഡ്ഡലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അരി ഉഴുന്നും കുതിർക്കാനായിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു അളവ് ഗ്ലാസ്സോ അല്ലെങ്കിൽ കപ്പോ എടുക്കണം. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സാണ് എടുക്കാറ്. അപ്പോൾ ഞാൻ ആ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉഴുന്ന് അളന്ന് എടുക്കുകയാണ്. ഇപ്പോൾ കപ്പാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് എടുത്താൽ മതി. അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പച്ചരി എടുക്കുക. പച്ചരി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വാങ്ങിക്കാൻ കിട്ടുന്ന മാവ് റൈസ് എന്നൊക്കെ പറയുന്ന അരിയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ടത് ഒരു അര ഗ്ലാസ് ഇഡ്ഡലി റൈസാണ്. ഇഡ്ഡലി റൈസിന് അരയ്ക്കാൻ ഉപയോഗിക്കുന്ന പൊന്നിയരി എന്നും കൂടി പറയും. വേണമെങ്കിൽ ഇഡ്ഡലിയും ഉഴുന്നും രണ്ട് പാത്രത്തിലായിട്ട് കുതിർക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഉഴുന്ന് പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഞാൻ പക്ഷേ എല്ലാം കൂടി ഒന്നിച്ചാണ് ചെയ്യാറ്. ഇനി ഇതൊരു 4-5 മണിക്കൂർ നേരം കുതിർക്കാൻ വയ്ക്കാം. 5 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഞാനത് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് 2 ട്രിപ്പായിട്ട് വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് അരയ്ക്കാൻ നേരത്തെ ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത നമ്മുടെ അളവ് ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് ചോറ് കൂടി ചേർക്കണം. ഏത് ചോറായാലും കുഴപ്പമില്ല, അതായത് പച്ചരി ചോറോ അല്ലെങ്കിൽ വെള്ള അരിയോ ഒക്കെ ആയാലും കുഴപ്പമില്ല. പക്ഷേ ഫ്ലേവറുള്ള ബസ്മതി റൈസോ അല്ലെങ്കിൽ ജീരോ റൈസോ അതൊന്നും യൂസ് ചെയ്യരുത്. ഇനി ഇത് അരയ്ക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല തണുത്ത വെള്ളമാണ്. കാരണം നമ്മൾ അരയ്ക്കുമ്പോൾ മിക്സി ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല തണുത്ത വെള്ളം ഒഴിക്കുന്നത്. അതുപോലെ മിക്സിയിൽ നമ്മൾ എടുത്ത അരി ഉഴുന്നതിനേക്കാളും താഴ്ന്ന ലെവലിലായിരിക്കണം നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. ഇഡ്ഡലി ആയതുകൊണ്ട് വെള്ളം കൂടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാവ് അരയ്ക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഉള്ള ബാറ്റർ ആയിരിക്കണം. ഒട്ടും തരിയില്ലാത്ത രീതിയിൽ വേണം അരയ്ക്കാൻ. അതുപോലെ മാവിന് ഒത്തിരി കട്ടി കൂടാനും പാടില്ല, എന്നാൽ വെള്ളം കൂടാനും പാടില്ല. ഒത്തിരി കട്ടി കൂടിക്കഴിഞ്ഞാൽ ഇഡ്ഡലി അത്രയും സോഫ്റ്റ് ആവില്ല. ബാക്കിയുള്ള അരി ഉഴുന്നും കൂടി അരച്ച് മാവെല്ലാം കൂടി നന്നായിട്ട് കലക്കി ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ട്രിപ്പ് അരി ഉഴുന്ന് അരയ്ക്കുമ്പോൾ വീണ്ടും ചോറ് ചേർക്കരുത്. ടോട്ടൽ അളവിൽ ആകെ കൂടി 1/4 ഗ്ലാസ് ചോറാണ് വേണ്ടത്. ഈ ഒരു പരുവത്തിൽ വേണം ഇഡ്ഡലിയുടെ മാവ് ഇരിക്കാനായിട്ട്. ഒത്തിരി അങ്ങ് കട്ടിയല്ല, എന്നാൽ അത്ര വെള്ളം കൂടിയിട്ടുമില്ല. മാവൊക്കെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 8 മുതൽ 10 മണിക്കൂർ നേരം വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ചൂട് ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂറൊക്കെ മതിയാവും. പക്ഷേ ചിലപ്പോൾ തണുത്ത ക്ലൈമറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 മണിക്കൂറൊക്കെ വേണ്ടി വരും മാവൊന്ന് പൊങ്ങാനായിട്ട്. 10 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ മാവ് എടുത്തത്. അപ്പോൾ ഇഡ്ഡലി മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ അളവിൽ അരി ഉഴുന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഏകദേശം 30 ഇഡ്ഡലിയോളം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ ഇഡ്ഡലി ഉണ്ടാക്കരുത്. ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് മിനിമം ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഉപ്പ് ചേർത്ത് ഇളക്കി വെക്കണം. അതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കാൻ നേരത്തും മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം ഇഡ്ഡലി തട്ടിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ച് ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ തൂവി അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം വേണം അതിൽ മാവ് ഒഴിക്കാൻ. ഇഡ്ഡലി വെന്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്.
അതുപോലെ ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഓരോ ഇഡ്ഡലിയുടെ ചുറ്റുമായിട്ട് കുറച്ച് വെള്ളം, സാധാ പൈപ്പിലെ വെള്ളം മതി, കുറച്ചൊന്ന് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഡ്ഡലി നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടുന്നത്. ഉഴുന്നിനൊക്കെ നല്ല റേറ്റ് ആയതുകൊണ്ട് ചില ഹോട്ടൽസിലൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉഴുന്നിൻ്റെ അളവ് കുറച്ചിട്ട് ചോറിൻ്റെ അളവ് കൂട്ടും, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കും. അതാണെങ്കിൽ ഹെൽത്തിനോട്ട് നല്ലതുമല്ല. അതുപോലെ തന്നെ ചോറ് ഇപ്പോൾ കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും ഈ ഒരു ടേസ്റ്റ് അതിന് കിട്ടില്ല. അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മുരിഞ്ഞ ദോശയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേ അളവ് ഗ്ലാസ് തന്നെയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഇതിൽ ഉഴുന്നെടുക്കുമ്പോൾ ഇഡ്ഡലിക്ക് എടുത്തതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ, അതായത് ഗ്ലാസ്സിൽ കൂമ്പറ്റമായിട്ട് വേണം ഉഴുന്നെടുക്കാനായിട്ട്. പിന്നെ ഇതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പച്ചരിയും അതുപോലെ തന്നെ 1/2 ഗ്ലാസ് ഇഡ്ഡലി റൈസും, അത് നമ്മൾ ഇഡ്ഡലിക്ക് എടുത്തതിൻ്റെ സെയിം അളവ് തന്നെ. പിന്നെ ദോശയ്ക്ക് അരയ്ക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി എക്സ്ട്രാ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, അത് ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ്. പിന്നെ എല്ലാം നമ്മൾ ഇഡ്ഡലിക്ക് അരയ്ക്കാൻ നേരത്ത് ചെയ്ത പോലെ തന്നെയാണ്. ഒരു 4-5 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ട് 1/4 ഗ്ലാസ് ചോറും ചേർത്ത് തണുത്ത വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇഡ്ഡലിക്ക് അരച്ചതിനേക്കാളും കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ ഒരു 8-10 മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും. അതുപോലെ ദോശ ഉണ്ടാക്കുന്നതിന് മിനിമം ഒരു 1/2 മണിക്കൂർ മുമ്പെങ്കിലും ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കുക. അതുപോലെ ദോശ ഉണ്ടാക്കാൻ നേരത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം പാനിലേക്ക് ഒഴിക്കാനായിട്ട്. നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ അതുപോലെ ആനഡൈസ് പാനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് മാവ് ഒഴിച്ച് പരത്താം. ഇപ്പോൾ ദോശക്കല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് എണ്ണ തൂവിയിട്ട് വേണം അതിലേക്ക് മാവ് പരത്താനായിട്ട്. നോൺ സ്റ്റിക്ക് ആവുമ്പോൾ ദോശ പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ദോശയ്ക്ക് മാവ് അരയ്ക്കാൻ നേരത്ത് ഉലുവ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും. അതുപോലെ തന്നെ അതിങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ ആ ഉലുവയുടെ നല്ലൊരു മണവും കിട്ടും. അപ്പോൾ ഉലുവ ചേർത്ത കാരണം ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ദോശയ്ക്ക് മാവ് അരയ്ക്കുമ്പോൾ എന്തായാലും ഉലുവ ചേർക്കണം. അപ്പോൾ ദോശ നല്ല ക്രിസ്പി കൂടി ആയിരിക്കും. പിന്നെ ഈ അളവിൽ അരി ഉഴുന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 20ഓളം വലിയ ദോശ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി Noopsworld സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.